ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് വന്നിരിക്കുന്ന മീനുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെ ഐറ്റം കിട്ടിയിട്ടുണ്ട്, വിലകൾ എന്തൊക്കെയാണ് എന്നൊക്കെ നോക്കാം. അപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക, ഒരു ഷെയർ തരിക, കമൻറ്റ് ചെയ്യുക, ബെൽ ബട്ടണും കൂടെ അമർത്തുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് വലിപ്പമുള്ള മുരശ് കിട്ടിയിട്ടുണ്ട്. നല്ല ഐറ്റം മുരശാണ് കിട്ടിയേക്കുന്നത്. നല്ല ഫ്രഷ് മുരശാണ്. വിലയൊക്കെ കുറവാണ്. കിലോ 160 രൂപയേ ഉള്ളൂ ഒരു കിലോയ്ക്ക്. ഇത് തേങ്ങാക്കറി വെക്കാനും മുളക് കറി വെക്കാനും വറക്കാനും എല്ലാം തോരൻ ആയിട്ട് വെക്കാനും എല്ലാം നല്ല സാധനമാണ്. നല്ല മുരശാണ്. നല്ല വെള്ള മീറ്റുള്ള മുരശാണ്. നല്ല ടേസ്റ്റുള്ള സംഭവമാണിത്. ഇത് രണ്ട് ഐറ്റം സാധനമുണ്ട്. ഒന്ന് കോലാന്ന് പറയും, കോലാന്ന് പറയുന്ന മീനുണ്ട്, മുരശെന്ന് പറയുന്ന മീനുണ്ട്. ഇതിനെ രണ്ടും തിരിച്ചറിയുന്നത് കോലായ്ക്ക് 2 ചുണ്ടുണ്ട്, മുരശിന് ഒറ്റ ഇതേ ഉള്ളൂ. ഒറ്റ കൊമ്പ് പോലെ നീണ്ടു നിൽക്കും. നല്ല ഫ്രഷ് മുരശ് കിട്ടി. നല്ല വലുപ്പമുള്ള കിളി കിട്ടിയിട്ടുണ്ട്. ഒരു 5 കിളി 1 കിലോ വരുന്ന ടൈപ്പ് വലുപ്പമുള്ള നല്ല മുഴുത്ത കിളിമീനാണ് കിട്ടിയേക്കുന്നത്. കിളിമീൻ 1 കിലോ 160 രൂപ വിലയേ ഉള്ളൂ. നല്ല ഫ്രഷ് കിളിമീനാണ്. അത്യാവശ്യം കറിയും വെക്കാം, വറക്കവും ഫ്രൈ ചെയ്യുകയും ഒക്കെ ചെയ്യാവുന്ന കിളിമീനാണ്. ന്യായമായിട്ടും നല്ല വലുപ്പത്തിലുള്ള കിളിമീനാണ് കിട്ടിയേക്കുന്നത്. നമുക്കിന്ന് വലുപ്പമുള്ള ഏട്ടക്കൂരി കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പമുണ്ട്. നല്ല വലുപ്പമുള്ള ഏട്ടക്കൂരിയാണ്. ഏട്ടക്കൂരി തേട് എന്നൊക്കെ പറയും. കിലോ 140, 1.5 കിലോ മീൻ 200 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. നല്ല ഫ്രഷ് മീനാണ് കിട്ടിയിരിക്കുന്നത്. നല്ല ഐറ്റിന് അയല ചെമ്പാൻ കിട്ടിയിട്ടുണ്ട്. അയലക്കരിയാൻ 100 രൂപ വിലയേ ഉള്ളൂ. കിലോയ്ക്ക് 100 രൂപ വിലയേ ഉള്ളൂ. നല്ല ഫ്രഷ് അയലക്കിഴുവാണ് കിട്ടിയിരിക്കുന്നത്. കിലോ 100 രൂപ വിലയ്ക്ക് കൊടുക്കാൻ പറ്റും. അടുത്ത പിന്നെ നമുക്ക് അയല കിട്ടിയിട്ടുണ്ട്. 100 രൂപ വിലയേ ഉള്ളൂ. നല്ല ഫ്രഷ് അയല കിട്ടിയിട്ടുണ്ട്. വലിപ്പമുള്ള അയലയാണ്. ഒരു 7 എണ്ണം 8 എണ്ണം 1 കിലോ ടൈപ്പ് വരുന്ന അയലയാണ്. 100 രൂപ വിലയേ ഉള്ളൂ. നല്ല അയലേ ഉള്ളൂ. അയല കോളായോണ്ടായിരിക്കും അയല കൂടുതലായിട്ടും കിട്ടുന്നത്. അയല തന്നെയാണ് കൂടുതൽ കിട്ടുന്നത്. അടുത്ത ഐറ്റം നമുക്ക് കിട്ടിയേക്കുന്നത് റോക്കറ്റ് മോത അല്ലെങ്കിൽ പുള്ളിമോത എന്നൊക്കെ പറയും. ചിലയിടത്ത് പപ്പൻസ് എന്നൊക്കെ പറയും. നല്ല ഫ്രഷ് മോതയാണ് കിട്ടിയേക്കുന്നത്. നല്ല മീനാണ്. ഇത് നല്ല വെള്ള മീറ്റും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റുള്ള മീനാണ്. ഏറ്റവും കൂടുതൽ അച്ചാറിടാൻ ഉപയോഗിക്കാവുന്ന മീനാണ്. വിലക്കുറവുള്ളപ്പം മേടിച്ച് അച്ചാറിടുകയാണെങ്കിൽ നല്ല ടേസ്റ്റുള്ള മീനാണ്. ഇതിനെ ഇനി കട്ട് ചെയ്ത് പീസാക്കി വെക്കണം. വലുപ്പമുള്ളതാണ്. ചെറിയ ചെറിയ പീസുകളാക്കി വേണം കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ പുള്ളിമോത ഒന്ന് പീസാക്കി എടുക്കട്ടെ. നല്ല ഫ്രഷ് മീനാണ്. ചിലപ്പോഴാണ് ഇതിൻ്റെ ഉള്ളിൽ പനിഞ്ഞിൽ കാണാൻ ചാൻസ് ഉണ്ട്. ഈ സമയത്തെല്ലാം മീനും പനിഞ്ഞിലുള്ള ആയതുകൊണ്ട് പനിഞ്ഞിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഈസിയായിട്ട് വെട്ടിയെടുക്കാവുന്ന മീനാണ്. വലിയ പാടൊന്നുമില്ല. ഇതിൻ്റെ അകത്ത് പനിഞ്ഞിൽ കാണുമെന്ന്. നല്ല സൂപ്പർ പനിഞ്ഞിൽ കിട്ടിയിട്ടുണ്ട്. പീസായിട്ട് എടുക്കാനുള്ള നല്ല മീനാണിത്. നല്ല ടേസ്റ്റുള്ള മീനാണ്. നല്ല വെള്ള ഇതായിട്ടിരിക്കും. നന്മീൻ്റെ ഒക്കെ പോലെ തന്നെ കളറുമൊക്കെ ഉള്ള അത്യാവശ്യം ടേസ്റ്റുള്ള മീനാണ്. നല്ല ഫ്രഷ് മീറ്റും കിട്ടും. വിലയും കുറവുണ്ട്. നല്ല സൂപ്പർ മീനാണ്. അടുത്തായിട്ട് നമുക്ക് മുഴുത്ത കൊഞ്ച് കിട്ടിയിട്ടുണ്ട്. നല്ല വലിപ്പമുള്ള കൊഞ്ചാണ്. ഈ 3 കൊഞ്ച് 2 കിലോ വരും. നല്ല വലിപ്പമുള്ള സൂപ്പർ കൊഞ്ച് കിട്ടിയിട്ടുണ്ട്. ഇത് കായൽ കൊഞ്ചാണ് കേട്ടോ. ഇത് കടലിലെ അല്ല, കായലിലെ കൊഞ്ചാണ്. ഇതൊക്കെ വളരെ റെയറായിട്ടാണ് കിട്ടുന്നത്. വല്ല കാലത്ത് നോക്കിയേ കിട്ടത്തുള്ളൂ. കിട്ടുമ്പോൾ നമ്മളെടുക്കും. ഇച്ചിരി വിലയാണ്. 10-700 രൂപയൊക്കെ വില വരും. പക്ഷേ എന്നാലും നമ്മളെടുക്കും. നല്ല ടേസ്റ്റുള്ള മീനായതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടമായി ഈ കൊഞ്ച്.
അതുമല്ല അധികം വേസ്റ്റ് ഒന്നും പോകത്തൊന്നുമില്ല. ഈ കാല് വരെ ഉപയോഗിക്കുക. ഇതിൻ്റെ കാലിൻ്റെ അകത്ത് വരെ ദശയുള്ളതുകൊണ്ട് കാല് വരെ ഉപയോഗിക്കാവുന്നതാണ്. നല്ല അടാറ് കൊഞ്ചാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.